രാവിലെ 7:50 എണീറ്റ് നോക്കിയപ്പോഴും ഇന്നലെ രാത്രിത്തെ അതേ കാഴ്ച. കുറച്ച് ആളുകൾ കൂടുതലുണ്ടെന്ന് മാത്രം. ഒരു 8:30 മണിയൊക്കെ ആവും സൂര്യൻ ഉദിക്കാൻ. എത്ര തണുപ്പാണെങ്കിലും ജോലിക്കൊക്കെ പോകണമല്ലോ. റെഡ് സ്ക്വയറിലെ ക്രിസ്മസിന്റെ കാഴ്ചകളൊക്കെ കാണാനായി ഞങ്ങളെ കുടിച്ച് കുട്ടപ്പനായി റെഡിയായി നിൽക്കുകയാണ്. മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഈ സെന്റ് ബെസിലിക്ക ചർച്ചും അവിടുത്തെ ക്രിസ്മസിന്റെ അലങ്കാരങ്ങളോ കണ്ടപ്പോഴും നമുക്ക് പൈസ മുതലായി. ഒരു പഴയ റഷ്യൻ ഹിറ്റ് സിനിമയായ യങ് ഗേൾസിന്റെ സീനാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ വേറെ കുറേ തീമുകളും ഇനി വരുന്ന സ്റ്റാളുകൾ കാണിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട സ്റ്റാള് ഓപ്പറേഷൻ ഇ എന്ന് പറയുന്ന ഒരു ഹിറ്റ് സിനിമയുടെ സ്റ്റാളുകളാണ്. ജെന്റിൽമെൻ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന മറ്റൊരു സിനിമയുടെ തീമാണ് ഈ കാണുന്നത്. ഇത് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നല്ല സന്തോഷം കൊണ്ടൊരു ചാട്ടം ചാടിക്കൊടുത്തു. -10ഉം 12ഉം തണുപ്പുണ്ടെങ്കിലും ക്രിസ്മസിന്റെ സമയമായതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. ഇത് കാണുമ്പോൾ നമുക്കും മൈൻഡ് ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. റെഡ് സ്ക്വയറിന് മുന്നിൽ വലിയൊരു ഐസ് റിങ്ക് ഉണ്ട്. അറിയാവുന്നവർക്കൊക്കെ പോയി അവിടെ സ്കേറ്റിങ്ങും ചെയ്യാം. അങ്ങനെ തണുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂടുള്ള ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ഇവരുടെ ക്രിസ്മസ് ചായ ഉണ്ട് എന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ പക്ഷേ അത് അവൈലബിൾ ആയിരുന്നില്ല. നിങ്ങൾ മോസ്കോയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ക്രിസ്മസ് സമയത്ത് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.